ചത്തുകിടക്കുന്നവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് കണക്ക് തീർക്കാതെ അടങ്ങിയിരിക്കാത്ത ഒരു ജഡ്ജി ഉണ്ടെങ്കിൽ അത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന നസറേയനായ യേശുവാണ്. അവൻ കണക്ക് തീർക്കും. കൂടപ്പിറപ്പേ, രണ്ട് കാര്യങ്ങളുടെ കണക്ക് നിന്റെ ആയുസിന്റെ അന്ത്യത്തിൽ നീ കൊടുക്കേണ്ടി വരും. ഒന്ന്, ഏൽപ്പിച്ച ജീവിതം നീ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിന്. രണ്ട്, ഏൽപ്പിച്ച പ്രമാണം നീ എത്രത്തോളം പാലിച്ചു എന്നതിന്. സ്വർഗത്തിന്റെ ജുഡീഷ്യറിയോട്, ദൈവത്തിന്റെ നീതിന്യായ കോടതിയോട് കണക്ക് കൊടുക്കേണ്ടവരാണ് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളും. ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ. രാപ്പകൽ ഭേദമന്യേ ദൈവത്തെ ആരാധിച്ച ദൂതഗണങ്ങൾ പാപം ചെയ്തപ്പോൾ വെച്ചിരുത്താൻ അനുവദിക്കാതെ വെട്ടിയെറിഞ്ഞ് ഇരുട്ടിന്റെ ദൂതന്മാരായി വലിച്ചെറിഞ്ഞ ദൈവമാണ് നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, തന്റെ തൃക്കരങ്ങളാൽ മെനയപ്പെട്ട ആദം ഹവ്വ പാപം ചെയ്തപ്പോ, അയ്യോ ഞാൻ ഉണ്ടാക്കിയതല്ലേ, അകത്ത് ഇരുന്നോട്ടെന്ന് വെച്ച് കണ്ണടയ്ക്കാതെ എടുത്ത് ചെവിയെ പിടിച്ച് പുറത്ത് വെച്ച് തിരിയുന്ന വാളിന്റെ കെരൂബുകളെ ജാലയാക്കി വാതിലടച്ചവനാണ് നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഒരു ജനത പാപം ചെയ്തപ്പോൾ 8 പേരെ പെട്ടകത്തിൽ കയറ്റി ബാക്കി മുച്ചൂടും മുടിച്ച് ഒരു തലമുറയെ തുടച്ചു മാറ്റിക്കൊണ്ട് നോഹയിക പ്രളയത്തിലൂടെ ഒരു തലമുറയോട് കണക്ക് തീർത്ത ദൈവമാണ് ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ, സോദോം ഗൊമോറ നിവാസികൾ ഗേ ലെസ്ബിയൻ മ്ലേച്ഛതകളിലേക്ക് നീങ്ങിയപ്പോൾ അഗ്നിഗന്ധകങ്ങളെ സ്വർഗം തുറന്നിറക്കി ചാവുകടൽ എന്ന കത്തിജ്വലിക്കുന്ന ചരിത്ര സ്മാരകമാക്കി മാറ്റിക്കൊണ്ട് ആ മണ്ണിനോട് കണക്ക് തീർത്ത ദൈവമാണ് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ, ഭക്തനായ ദാവീദ് ബത്ശേബ സംഭവത്തിൽ പിശകിയ കാൽ വെച്ചപ്പോൾ ശരീരം കൊണ്ടും കുടുംബചരിത്രം കൊണ്ടും കണക്ക് തീർക്കത്തക്ക വിധം വിധി അനുവദിച്ച ദൈവത്തെയാണ് ഈ രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നതെങ്കിൽ, ഇസ്രായേൽ ജനത ദൈവത്തോട് തെറ്റിയപ്പോൾ അവരുടെ ചോര കൊണ്ട് തന്നെ കണക്ക് തീർക്കാൻ മടിക്കാഞ്ഞ ദൈവത്തെയാണ് ഈ രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നതെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുഖാന്തരമായ യഹൂദ ജനതയോട് എണ്ണി കണക്ക് പറയിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൽ വിധി അറിയിച്ച ദൈവമാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവെങ്കിൽ, അനന്യ സഫീറമാർക്ക് ബാല്യക്കാരെ കൊണ്ട് ശവക്കുഴി വെട്ടിച്ച ദൈവമാണ് നാം ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവമെങ്കിൽ, അവൻ മരിച്ചിട്ടില്ല സുഹൃത്തേ. അവൻ മൗനവ്രതത്തിലല്ല, അവൻ ഉറക്കത്തിലല്ല, അവൻ ചാരികസേരയിൽ ചാരിക്കടന്ന് ഇന്ന് രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ല. അവന്റെ കണ്ണുകൾ വെട്ടത്ത് കവലയിലെ ഈ യോഗത്തിന് മീതെ ചുറ്റിത്തിരിയുന്നു. നിനക്ക് നിന്നെ അറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശു ഈ രാത്രി എത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ കോടതി നിനക്ക് നേരെ സജ്ജമാകുന്ന ദിവസങ്ങൾ വരും. അന്ന് നിന്നോട് കാര്യം തീർക്കുമ്പോൾ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് സ്വർഗ്ഗം ഈ രാത്രി ചോദിക്കുകയാണ്. ദൈവത്തിന്റെ ന്യായവിധി. എന്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക, വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ 7 പ്രധാനപ്പെട്ട ന്യായവിധികളുണ്ട്. ഞാൻ ഈ രാത്രി അതൊന്ന് ചുരുക്കി പറഞ്ഞ് സമയത്തിന്റെ പരിധിയും പരിമിതിയും പരിഗണിച്ച് കൃത്യസമയത്ത് അവസാനിപ്പിക്കാം. കാര്യം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കുക. നിങ്ങൾ ഇന്ന് രാത്രി ഇതൊന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഞാൻ സ്തോത്രം ചെയ്യും. സ്വർഗ്ഗം സന്തോഷിക്കുന്ന രാത്രിയായിരിക്കും. ഈ പണ്ട് കരപ്പൻ വന്നിട്ടുള്ളവർ ഇതിനകത്തുണ്ടല്ലോ. പണ്ട് കരപ്പൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊന്നും അറിയില്ല. അന്ന് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എനിക്ക് മുട്ടിന് ചുവട്ടിലോട്ട് താഴോട്ടുള്ള ഭാഗത്ത് കരപ്പൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മയുണ്ട്. പ്രായമുള്ളവർക്കൊക്കെ ഓർമ്മ കാണും. ഈ നനകല്ലേലോട്ട് മാതാപിതാക്കൾ അമ്മ കുളിപ്പിക്കുമ്പോൾ കയറ്റി നിർത്തിയിട്ട് കൊടിത്തണ്ട് പറിക്കാൻ ഒരു പോക്കുണ്ട്. ഈ കൊടിത്തണ്ട് പറിക്കാൻ പോകുമ്പോഴേ മനസ്സിലാകും തേച്ച് കഴുകാനുള്ള പരിപാടിയാണെന്ന്. സ്തോത്രം. അയ്യോ, വല്ലാത്തൊരു അസ്വസ്ഥതയാ. സ്വർഗം കാണും പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യത്തിൽ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ പുറത്ത് ആയുർവേദത്തിന് മരുന്നൊക്കെ ഇട്ടിട്ട് വായിൽ കട്ടിക്കഷായമില്ലേ, കട്ടിക്കഷായം, ഈ കടുങ്കാപ്പിയുടെ കളറുള്ള കറുത്ത കട്ടിക്കഷായം, അസ്ഥി കഴിക്കുന്ന കഷായം, അത് ഈ കാലിനിടയിലോട്ട് അപ്പൻ പിടിച്ചു നിർത്തി വായിലോട്ട് ഒഴിച്ചു തരുന്ന ഒരു രംഗമുണ്ടല്ലേ. അന്നേരം ഫോട്ടോ എടുക്കാൻ പറ്റിയ രംഗമാണ് അത്. അരത്തോടെ അകത്ത് കയറുമ്പോൾ ആണ് അസ്വസ്ഥത. ഒടുവിൽ ചില ചക്കരയൊക്കെ വായിൽ തൂത്ത് തന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. എന്തിനാണ് ഈ ഭഗീരഥ പ്രയത്നം ഈ മാതാപിതാക്കൾ ചെലുത്തുന്നത്? എടാ, ഇരുത്തേൽ അരത്തോടം അകത്ത് കയറിയാൽ ശരീരത്തിനകത്ത് നിന്ന് ഈ പിത്തശൂലയും ഈ കരപ്പനും പുറത്താകുമെന്ന് ഉറപ്പാ. ഇന്ന് രാത്രി ഒത്തിരി ഒന്നും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും ഈ ദൂതൊരൽപ്പം നിങ്ങളുടെ അകത്ത് കയറിയാൽ നിങ്ങളെ ഭരിക്കുന്ന പാപ
പാപത്തിന്റെ ശിക്ഷാവിധി പുറത്തായി നിങ്ങൾ നിത്യതയ്ക്ക് അർഹരാകും എന്ന് ഉറപ്പായതിനാൽ ഈ ജീവന്റെ വചനം നിങ്ങൾ ചെവി തുറന്ന് കേൾക്കുക. ന്യായവിധി യാഥാർത്ഥ്യമാണ്.